ജസ്ന സലീമിൻ്റെ ഓഡിയോ പുറത്ത് എന്താല്ലേ തംബ്ലൈനും കൊടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട്. അത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം പ്രമുഖ വ്യക്തിയുമായിട്ടുള്ള ജസ്ന സലീമിൻ്റെ ഓഡിയോ പുറത്ത്. ജസ്ന സലീം അത് റെക്കോർഡ് ചെയ്തത് പണം തട്ടാൻ വേണ്ടി. അങ്ങനെ മേടിച്ചിട്ട് പല രീതിയിലാണ്. ഇപ്പോൾ പുതിയൊരു മൊയന്ത ഇറങ്ങിയിട്ടുണ്ട്. മൊയന്ത സ്ലോ മോഷനിലും ഭയങ്കര ഇതിലും ഒക്കെ ഹൈപ്പ് കൊടുത്തിട്ട് കറക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മൊയന്തയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമേ തന്നെ ഈ വോയിസ് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇല്ല അങ്ങനെ ഇത് എൻ്റെ വോയിസ് അല്ല അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അപ്പം ഇത് ഏത് സമയത്തെ വോയിസ് ആണെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. 2016 ആ ഒരു സമയത്തുള്ള വോയിസാണ്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പം ഇവൻ്റെയൊക്കെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്ക്രിപ്റ്റ് ഇയാൾക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇയാളൊന്ന് പിന്നെ അത് കഥ കേൾക്കാനുള്ളൊരു അവസരം മേടിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് എനിക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റാത്തൊരു സുഹൃത്തായിരുന്നു. അപ്പം ഞാൻ എന്താക്കി, ഈ വ്യക്തിനെ വിളിച്ചത് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ അയച്ചു കൊടുത്തതാണ്. അപ്പം ഞാൻ അയച്ചു കൊടുത്തു. ആ വ്യക്തിയാണ് ഇത് മിസ്യൂസ് ചെയ്ത ഒരു സംഭവം. 2016 ഇറങ്ങിയെന്ന് പറയേണ്ട, 2016 റെക്കോർഡ് ചെയ്തൊരു സംഭവമാണത്. അപ്പോൾ ഇതിലത്തെ ഒരു കാര്യം, ഞാൻ പൈസ തട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ സംസാരിച്ചു, അങ്ങനെ പിടിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒന്നാമതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൻ പുറത്തൊരു തമാശയായിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിപ്പോൾ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. എനിക്കതിലൊരു മോശമായിട്ട് കണ്ടിട്ടില്ല. കാരണം തമാശകൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. ആ തമാശ നമ്മൾ തമാശ രൂപത്തിലും എടുക്കാം, സീരിയസ് രൂപത്തിലും എടുക്കാം. ഞാനത് ഒരു തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം അങ്ങനെ സംസാരിക്കുന്നൊരു വ്യക്തിയാണത്. കാഷ്വൽ ടോക്ക്, കാരണം കോഴിക്കോട് ഭാഷ അങ്ങനെ തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അതും വെച്ച് പൈസ തട്ടിയതാണ്. ഇനി വേണ്ട, ഇതിനെക്കുറിച്ച് തന്നെ പറയാം. നമ്മളിപ്പം ഒരാൾ അങ്ങനത്തെ മോശപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊക്കെ ആ വോയിസ് കേട്ട ഒരു സംഭവമായിരിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം പറയുന്ന സമയത്ത് ആ വ്യക്തിയും ഞാനും ഒരു മോശക്കാർ ആണെങ്കിൽ അടുത്ത ഡയലോഗ് അതിനെപ്പറ്റി സംസാരിച്ചിട്ടായിരിക്കും, ഇല്ലേ? നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, നമുക്കത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് അടുത്ത ടോക്ക് ചെയ്യുക. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല സംസാരിച്ചത്. ആ ഒരു സംസാരം കഴിഞ്ഞു, ഓക്കെ, അവിടെ വിട്ടു. ഞാൻ അടുത്ത കാര്യം പറയുകയും ചെയ്തു. ആ ആളും ആ കാര്യം വിട്ടു. അതൊരു കാഷ്വൽ തമാശയായിട്ടാണ്. കാരണം കോഴിക്കോട് ഭാഷയിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കാഷ്വലായിട്ട് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞൊരു സംഭവം. പിന്നെ ഞാൻ പൈസ തട്ടുന്നത്, ഈ ഒരു വോയിസ് വെച്ചിട്ട് ഞാൻ എന്തേതും ബ്ലാക്ക്മെയിൽ ചെയ്യാനാ? ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യണം. നിങ്ങളൊക്കെ ജസ്ന സലീം അങ്ങനെ ഞാൻ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ആ വ്യക്തിനോടോ അല്ലെ ആരോടെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ വ്യക്തി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ അത് ചിരിച്ചു തള്ളി. അതിലേക്ക് അപ്പുറം ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് അതിൽ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് കയറിയിട്ട് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള രീതിയിലോ അല്ലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഞാനത് അവിടെ ചിരിച്ചു തള്ളുക ചെയ്ത്, അടുത്ത കാര്യം പറയുക ചെയ്ത്. ആ വ്യക്തിയാണെങ്കിലും അടുത്ത കാര്യമാണ് സംസാരിച്ചത്. ഇതിനെപ്പറ്റി പിന്നീട് സംസാരിച്ചില്ല. അതൊരു കാഷ്വൽ ടോക്കായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ തമാശയായിട്ടാണ് അത് അവിടെ സംസാരിച്ചത്. അപ്പോൾ അത് ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞൊരു സംഭവമാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥം അറിയാതെ ജസ്ന സലീമിനെ നാണം കെടുത്തണം, ജസ്ന സലീമിനെ ഇല്ലാണ്ടാക്കണം, ജസ്ന സലീം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക. ഞാനിങ്ങനെ ജീവനോടൊക്കെ നിൽക്കുന്നതാണോ നിങ്ങൾക്കൊക്കെ പ്രശ്നം? അറിയാത്തതുകൊണ്ട് ചോദിക്കുക കേട്ടോ. ഞാൻ നിങ്ങളെപ്പോലെ ഓരോരോ വ്യക്തികളെപ്പോലെയും ജീവിക്കാനുള്ള ഒരു അവകാശം എനിക്കും ഇല്ലേ ഈ സമൂഹത്തിൽ? എന്തിനാ എന്നെ ഇങ്ങനെ പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോടൊക്കെ? കുറച്ച് സ്ത്രീകൾ നിരന്തരം എന്നെ
നടന്ന് ഫോളോ ചെയ്ത് ഉപദ്രവിക്കുന്നുണ്ട്. അവർക്കിപ്പം അടുത്തതിപ്പം ഞാൻ CPM-കാരിയാണ്, എൻ്റെ ഭർത്താവ് CPM-കാരനാണ് എന്ന് പറഞ്ഞിട്ടാണ് പാടുത്ത അവരിറക്കിയത്. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ച് ന്യൂസ് വരുന്ന അന്ന് കാലം തൊട്ടിട്ട് ഞാൻ നല്ല അന്തസ്സോടെ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ടാണ് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ജാതിയും മതവും ഇല്ലയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയതെന്ന്. അത് കുറച്ച് ലെവലുമാർക്ക് പ്രശ്നം. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. സത്യം പറയാം, ജീവിതം മടുത്തിട്ടുണ്ട്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പം ചിത്രവരാണ് നിങ്ങൾക്ക് വിഷയങ്ങളിൽ എനിക്ക് ആരെങ്കിലും ഒരു ജോലി താ, എന്തെങ്കിലും ഒരു ജോലി താ. എനിക്ക് 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. ഞാൻ എവിടെയാണ് ജോലിക്ക് പിന്നെ എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഞാൻ ആരുടെ വീടിൻ്റെ പടിക്കലേക്കാണ് ഞാൻ എന്തെങ്കിലും ഒരു സഹായമായിട്ട് ചോദിച്ചു വന്നത്? നിങ്ങൾ ആരെങ്കിലും വീട് പടിക്കലേക്ക് ഞാൻ വന്നിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. വെറുതെ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് എന്നെ ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുക? ഈ തെരുത്തള്ള കുറേയായി എൻ്റെ പുറകെ നടന്നത്. തെരുത്തള്ളൻ്റെ കൂടെ ഒരു മൊയന്ത കണ്ണട ഇറങ്ങിക്ക്. ഇവർക്കൊക്കെ എന്താ വേണ്ടേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് പറ. നിങ്ങളെപ്പോലെ ഓരോരുത്തരെ പോലെയും ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടോടുന്നൊരു വ്യക്തിയാണ് ഞാനും. ഞാൻ ആരുടെ വീടിൻ്റെ പടിക്കലേക്കും ഞാൻ വന്നിട്ടില്ല. എനിക്കൊരു സഹായം ചെയ്തു തരൂ, അല്ലെ എനിക്കൊരു നേരത്തെ അന്നം തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആരുടെ വീട് പടിക്കലും വന്നിട്ടില്ല. പക്ഷേ എന്നെ ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്തിട്ട് ഉപദ്രവിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോഷ്യൽ മീഡിയ പറയുന്നത് ഞാൻ 60 കോടിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്, ആഡംബര ജീവിതമാണ്, ആഡംബര കാറുണ്ട്. എൻ്റെ വീടിൻ്റെ ചുറ്റുപാട് അന്വേഷിക്കാൻ ആരും വന്നിട്ടില്ല. ഞാനെങ്ങനെയാണ് കഴിയുന്നതെന്ന് ആരും അറിയാൻ വന്നിട്ടില്ല. പക്ഷെ പറച്ചിലോ? അപ്പോൾ എന്നെ ജീവിക്കാൻ വിടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് 2 മക്കളുണ്ട്. മരണത്തെ തിരഞ്ഞെടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അത് നിങ്ങൾക്ക് ആരും ഇല്ലാതായിപ്പോവും. അതുകൊണ്ടാണ് എനിക്ക് സത്യം പറയാച്ചാൽ ജീവിക്കണ്ട എന്നുള്ള ഒരവസ്ഥയിലാണ്. അത്രമേൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത്രമേൽ എന്നെ ഇന്ന് ഈസ്റ്ററാണ്, കർത്താവിനെ പോലും ഇങ്ങനെ കുരിശ് കെട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ തുമ്മിയാൽ, ഞാൻ നടന്നാൽ, ഞാൻ ഇരുന്നാൽ ഒക്കെ ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് പുറകെ നടക്കുന്നത് എന്തിനാ? അറിയാത്തതുകൊണ്ട് ചോദിക്കുക ഞാൻ നിങ്ങളുടെ അടുത്ത്. അപ്പം ചത്തു കഴിഞ്ഞാൽ നല്ലത് പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ആളെ ചാവാതിരിക്കാൻ നോക്കാൻ ഒരുത്തനും ഉണ്ടാവില്ല.